ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ 2024 പൊങ്കൽ വിന്നർ അയലാനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് അയലാൻ, ക്യാപ്റ്റൻ മില്ലർ എന്നീ സിനിമകളുടെ കളക്ഷനെ കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. രണ്ട് സിനിമകളുടെയും കൃത്യമായ കളക്ഷൻ ലഭ്യമാക്കാത്തത് കൊണ്ടും പ്രതീക്ഷ ലെവൽ റേഞ്ചിലേക്കൊന്നും തന്നെ എത്തപ്പെടാത്തത് കൊണ്ടുമാണ് പ്രേക്ഷകരിലേക്ക് കളക്ഷൻ അറിയിക്കാതിരുന്നത്. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ 68,75,00,000 സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. വാത്തി, തിരുച്ചിത്രമ്പലം പോലെയുള്ള സിനിമകൾ 100 കോടി കടന്നിട്ടും എന്തുകൊണ്ട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ധനുഷിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ, അതും പൊങ്കൽ റിലീസായിട്ട് എത്തിയിട്ടും 100 കോടി കടന്നില്ല എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ക്യാപ്റ്റൻ മില്ലറിന്റെ കേരള കളക്ഷൻ 5 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ സിനിമ വിജയമാണ് എന്നത് മാത്രമേ ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവായിട്ട് കൂടുതൽ പറയാനായിട്ടുള്ളൂ. 75 കോടി 50 ലക്ഷമാണ് അയലാൻ എന്ന ശിവകാർത്തികേയൻ നായകനെത്തിയ സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. സിനിമ പൊങ്കൽ വിന്നർ ആണ് എന്നത് മാറ്റി നിർത്തിയാൽ അതിലുപരി കൂടുതലായിട്ടൊന്നും തന്നെ സിനിമയെക്കുറിച്ചും പോസിറ്റീവായിട്ട് പറയാനായിട്ടില്ല. ഡോക്ടർ, ഡോൺ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ തുടർച്ചയായിട്ട് 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത അതേ ശിവകാർത്തികേയൻ സിനിമയാണ് ഇപ്പോഴത്തെ 100 കോടി കളക്ഷൻ ഫൈനലായിട്ട് നേടിയെടുക്കാൻ തിയേറ്ററുകളിൽ കഷ്ടപ്പെടുന്നത്. അതും അയലാൻ എന്ന സിനിമ ഒരു പൊങ്കൽ സീസണിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഒപ്പം തന്നെ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സിനിമയാണ്. എന്നിട്ടും എന്തുകൊണ്ട് സിനിമ 100 കോടി നേടിയെടുത്തില്ല എന്നത് ഇപ്പോഴും തമിഴ് മാധ്യമങ്ങളിലെ ചോദ്യചിഹ്നമാണ്. ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നത് സാക്നിക്കാണ്. അവർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 145 കോടിയാണ് ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെ ആകെ പൊങ്കൽ സീസണിലെ കളക്ഷൻ. ഇനി 2023 പൊങ്കൽ സീസണിലേക്ക് വരികയാണെങ്കിൽ തുനിവ്, വാരിസ് എന്നീ സിനിമകളായിരുന്നു കഴിഞ്ഞ വർഷം പൊങ്കൽ റിലീസായിട്ട് ഇതേ സമയം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. രണ്ട് സിനിമകളിലെ വാരിസ് എന്ന വിജയ് ചിത്രമായിരുന്നു തിയേറ്ററുകളിലെ പൊങ്കൽ വിന്നറായിട്ട് മാറിയത്. രണ്ട് സിനിമകൾ കൂടി തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലും ലോകമെമ്പാടും നിന്നായിട്ട് 500 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ഷൻ നേടിയെടുത്തത്. കഴിഞ്ഞ വർഷത്തെ പൊങ്കൽ സീസൺ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതി പോയിട്ട് 200 കോടിയിലേക്ക് പോലും ഈ കഴിഞ്ഞ പൊങ്കൽ സീസണിൽ റിലീസ് ചെയ്ത ക്യാപ്റ്റൻ മില്ലർ, മിഷൻ, ഒപ്പം തന്നെ അയലാൻ തുടങ്ങിയ സിനിമകൾക്ക് ആകെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിജയെല്ലാം തന്നെ സിനിമ നിർത്തി പോകുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ തിയേറ്ററുകളുടെ അവസ്ഥ ഏത് ലെവലിലായിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു പൊങ്കൽ സീസണാണ് ഈ കഴിഞ്ഞു പോയത്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അവിടുത്തെ ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് വിജയും രജനിയും എല്ലാം തന്നെ അവിടുത്തെ നെടുന്തൂണുകളാണ്. ഒരു പരിധിവരെ അജിത്തിനെയും ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. ഈ പറഞ്ഞ 3 പേരല്ലാതെ എന്ത് അഭിപ്രായം വന്നാൽ പോലും തിയേറ്ററുകളിലെ 100 കോടി മിനിമം കളക്ഷൻ നേടിയെടുക്കാനുള്ള വേറെ ഏത് താരം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് എന്നതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അവസാനത്തെ റിപ്പോർട്ട് മലക്കോട്ടെ വാലിബനെ കുറിച്ചാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും 13 കോടി 60 ലക്ഷത്തിന് മുകളിലും ഓവർസീസ് കളക്ഷനായിട്ട് 13 കോടി രൂപയ്ക്ക് മുകളിലും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാടും നിന്നും 29 കോടി 10 ലക്ഷത്തിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്.